ഹായ് ഫ്രണ്ട്സ്, അമ്മൂസ് ആൻഡ് പാത്തൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫ്രൂട്ട്സ് കൊണ്ടൊരു ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ പോകാം വീഡിയോയിലേക്ക്. ഫ്രൂട്ട്സ് ഷേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 ചെറിയ പഴം, 2 ഏത്തമ്പഴം, കുറച്ച് പച്ചമുന്തിരി, കുറച്ച് ബദാം, 7 ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റ്, കുറച്ച് പിസ്ത, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ഈത്തപ്പഴം കുരുകളഞ്ഞെടുത്തത്, 2 പാക്കറ്റ് 5 രൂപയുടെ ബൂസ്റ്റ്, ചെറിയ പാക്കറ്റ് പാല്. ഇത്രയുമാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഈത്തപ്പഴം, ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത, ബിസ്ക്കറ്റ്, നിങ്ങൾക്ക് ഹോർലിക്സ് ബിസ്ക്കറ്റിന് പകരം ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഇതിന് ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഹോർലിക്സ് ബിസ്ക്കറ്റ് ഉള്ളതുകൊണ്ട് അതാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും നല്ലോണം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കുന്നതിനാവശ്യമായിട്ട് കുറച്ച് പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കുക. മുഴുവനും ഒഴിച്ചു കൊടുക്കരുത്. അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പാൽ ആദ്യം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്തതിന് ശേഷം ബാക്കി ഇരിക്കുന്ന പാലും ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് ഇതിൽ കാണുന്ന വിധത്തിൽ നല്ലോണം അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷമാണ് ഈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാനുള്ളത്. മാറ്റി വച്ചിരിക്കുന്ന പഴവും ഏത്തമ്പഴവും ചെറിയ പഴവും മുന്തിരിങ്ങ ഇത് ഇത്രയും ഇട്ട് കൊടുക്കുക. പിന്നെ 2 പാക്കറ്റ് ബൂസ്റ്റ് അതും കൂടെ ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുക. ഇതിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല. ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടും ഈത്തപ്പഴത്തിൻ്റെ മധുരം കാണും. അതുകൊണ്ട് തന്നെ പഞ്ചസാരയോ മധുരത്തിന് വേണ്ടി ഇടുന്ന വസ്തുക്കളൊന്നും ഇതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല. ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒരിക്കൽ കൂടെ നല്ലോണം മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം ബാലൻസ് ഇരിക്കുന്ന കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് ഒരിക്കൽ കൂടെ അരച്ചെടുക്കുക. അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റുക. ഇത് തണുപ്പോടെ കൂടെ തന്നെ ഈ അരച്ചെടുത്തതോടെ ഉടനെ തന്നെ ഉപയോഗിക്കുക. ഫ്രിഡ്ജിൽ വെച്ചൊന്നും യൂസ് ചെയ്യാൻ കൊള്ളാവുന്നതല്ല. അതുകൊണ്ട് അല്ലാതെ തന്നെ അടിച്ചെടുത്ത് ഉടനെ തന്നെ ഉപയോഗിക്കുക. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ടേസ്റ്റ് ചെയ്യുക മാത്രമല്ല ബാക്കിയിരുന്ന് കുടിക്കുകയും ചെയ്ത്. എല്ലാവർക്കും ഇവിടെ അമ്മൂനൊക്കെ കൊടുത്ത്, അമ്മൂനും പാത്തൂനൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ട്, ചേട്ടനൊക്കെ ഇഷ്ടപ്പെട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സൂപ്പർ ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റ, ബൈ, സീ യു.